എല്ലാവർക്കും നമസ്കാരം. സമാധി സമാധി പാത. സമാധിയെക്കുറിച്ച് ആദ്യമായി സംസാരിക്കുന്നത് പതഞ്ജലി മഹർഷിയാണ്. സമാധിയെക്കുറിച്ച് ഇത്രയേറെ ഡെപ്തില് വളരെ മനോഹരമായി തന്നെ 8 തരത്തിലെ സമാധികളും ധ്യാനം പരിശീലിക്കുന്ന യോഗയെ അടിസ്ഥാനപ്പെടുത്തുന്നത് എന്തിനെയാണ്, ധ്യാനം, ധാരണ, സമാധി എന്ന് പറയുന്ന അവസ്ഥയും അത് ഏതൊക്കെ തലങ്ങളിൽ പോകാനും, അഷ്ടാംഗ യോഗയുടെ 2 തലങ്ങളും രാജയോഗയുടെ മാർഗവും എല്ലാം തന്നെയാണ് സമാധിയുടെ വർണ്ണനയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് പലർക്കും സമാധി എന്ന് കേൾക്കുമ്പം എന്തോ മരണപ്പെടുന്ന അല്ലെങ്കിൽ മരിച്ചവരെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് സമാധിയിലുണ്ടെന്ന്. സമചിത്തത എന്നാണ് സമാധിയുടെ അർത്ഥം. എന്തുവായി? നമ്മുടെ അവബോധവുമായിട്ടുള്ള ആ ഒരു കൂടിച്ചേരലിനെയാണ് നമ്മൾ പറയുന്നത് സമാധി എന്നുള്ളത്. അതിന് 8 തലങ്ങളുണ്ട്. ഒരു വ്യക്തിക്ക് കർമ്മത്തിന്റെ നിർബന്ധ പ്രയത്നം കൊണ്ട് ഈ കാലചക്രത്തിൽ കടന്ന് കറങ്ങുകയും ഈ കാലചക്രത്തിൽ നിന്ന് തിരിച്ചറിയുമ്പം ഈ കാലചക്രത്തിൽ നിന്ന് വേറെ ഒരു വഴിയില്ല നിങ്ങൾക്ക് മോചനപ്പെടുവാനായിട്ട്. അതിന് പ്രാണശക്തിയിൽ ഒന്നുമായി ചേർന്നാൽ മാത്രമേ ഇതിൽ നിന്നുള്ള മോചന ക്രമീകരണം നടക്കുള്ളൂ. അതിനെ നമ്മൾ ഏറ്റവും ഉയർന്ന സമാധി എന്ന് വിളിച്ചു. മഹാസമാധി, മഹാനിർവികൽപ്പ സമാധി. നിർവികൽപ്പം, നിർവാണ എന്ന് പറയുന്ന സ്റ്റേറ്റ് എന്നതിൽ ഏറ്റവും ആനന്ദകരമായ അവസ്ഥ, അതിലെ ഉയർന്ന ബോധം, ഇതിനെ നമ്മൾ നിർവാണയാക്കി. ഓരോ തലത്തിലും ഓരോ സമാധിയുണ്ട്. ഒരു വ്യക്തിക്ക് ഊർജത്തിന്റെ അളവ് വർദ്ധിച്ചു വരുമ്പം ഓരോ അളവിന്റെ അനുസരിച്ച് ഭവസമാധി, സഹജ സമാധി, ഓരോ ഘട്ടമായിട്ട് കടന്ന് 8 തരത്തിലെ സമാധിയും ഉയരുന്ന വെച്ചാൽ നമ്മൾ എപ്പോഴും തന്നെ ആ ബോധമായിക്കൊണ്ട് ആ പൂർണ്ണത്വത്തിലിരിക്കുന്ന സമയത്താണ് നമുക്ക് മഹാനിർവികൽപ്പ സമാധി എന്നുള്ള സ്റ്റേറ്റ് അച്ചീവ് ചെയ്യുന്നത്. എന്നാൽ ചുറ്റുമുള്ളതിനെയും നമ്മളാകുന്ന ആ ബോധവും ഈ ജീവന്റെ പല സാധ്യതയെയും നമ്മൾ തിരിച്ചറിയുന്ന ഒരു ക്രമീകരണമാണ് എപ്പോഴും തന്നെ ഓരോ സമാധികളും കടന്നും. ഇതൊരു ജീവൻ മാത്രമെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധി സ്റ്റേറ്റിലുണ്ടാകും. നിങ്ങളുടെ തലച്ചോറിൽ എന്തൊക്കെ തലയിൽ ഓടുന്നുണ്ടോ ഇതെല്ലാം അവസാനിച്ച് നിങ്ങളൊരു ജീവൻ മാത്രമാണെന്നുള്ള ആ സ്റ്റേറ്റിനെ നമ്മൾ തിരിച്ചറിയുന്ന ഒരവസ്ഥ. ശരീരം, മനസ്സ് റിയലൈസേഷൻ ചെയ്യുന്നു. ഞാൻ സച്ചിത് ആനന്ദം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റുള്ള ഒരു ജീവനാവുന്ന ഊർജമാണെന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു. ആ മനസ്സിലാകുന്ന തിരിച്ചറിവിന്റെ പുറത്താണ് പിന്നെ നമ്മൾ ഉയർന്ന സാധന ക്രമീകരണ പ്രക്രിയകൾ നടന്നു പോകുന്നത്. അപ്പം സമാധി എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാ ഒരു രീതിയിൽ നമ്മൾ മരണമല്ല അർത്ഥമാക്കുന്നത്. മരണം ചില യോഗികൾ എപ്പോഴും തയ്യാറെടുക്കും. ഒരു യോഗി ഒരിക്കലും മരണപ്പെടുന്നത് ഒരിക്കലും ഒരു രോഗിയെ പോലെ ആയിരിക്കില്ല. എപ്പോഴും തന്നെ അവരെപ്പോഴും ധ്യാനത്തിലിരുന്നുകൊണ്ട് അവരാ നിർവികൽപ്പ സമാധി അവസ്ഥയിൽ അവരവരുടെ ശരീരത്തെ ഉപേക്ഷിക്കുമായിരിക്കും. നമുക്കറിയാം, വളരെയേറെ മിസ്റ്ററിക്കലായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ശിഷ്യരുടെ മുന്നിലിരുന്നുകൊണ്ടാണ് അവർ ആ പ്രോസസ്സ് എപ്പോഴും ചെയ്യാറുള്ളത്. ആ ശരീരത്തെ വേറൊന്നുമായി യോജിപ്പിക്കുന്ന ഒരവസ്ഥ, അത് മഹാനിർവികൽപ്പ സമാധി എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇത് തന്നെ ഈ രീതിയിൽ പല ആൾക്കാരും ആത്മീയ പാതയിലിറങ്ങി എല്ലാവരും, ചില ആചാര്യന്മാരും എല്ലാവരും മരിക്കുന്ന സമയത്ത് അതും സമാധി എന്ന് പറയും. അത് തെറ്റാണ്. സമാധി എന്ന് പറയുന്നത് തയ്യാറെടുപ്പാണ്. സമാധി എന്ന് പറയുന്നത് ഒരിക്കലും അവരുടെ നിയന്ത്രണത്തിലുള്ളതാണ് ഈ ജീവന്റെ പ്രക്രിയ. ജീവനെ മാസ്റ്റർ ചെയ്തതുകൊണ്ടാണ് സമാധി എന്ന് പറയുന്ന സ്റ്റേറ്റ് സംഭവിക്കുന്നത്. ആദ്യഘട്ടത്തെ 1 മുതൽ ബാക്കി അന്തിമം വരെയുള്ള മഹാനിർവികൽപ്പ സമാധി വരെയുള്ള അവസ്ഥയെന്ന് പറയുന്നതും ശരീരത്തിന്റെ മനസ്സിന്റെ അപ്പുറത്തേക്കുള്ള പല തലങ്ങളെയും അറിയുന്നതാണ്. സമാധിയെക്കുറിച്ചുള്ള ചെറിയ വാക്കുകൾ ഇതാണ്. എല്ലാവർക്കും നമസ്കാരം.